പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ മണ്ണിലാണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നത്. ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ദൈവം ചില സ്ഥലങ്ങളെ അനുഗ്രഹത്തിനു വേണ്ടി തിരഞ്ഞെടുക്കും, ആ ദേശത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി. അപ്രകാരം ദൈവം തിരഞ്ഞെടുത്ത ഒരു മണ്ണിൽ ഇപ്രകാരം വചനം പങ്കുവയ്ക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ദൈവത്തിന് വ്യക്തിപരമായി എന്നോടുള്ള ഒരു സ്നേഹമായിട്ട് ഞാനിതിനെ സ്വീകരിക്കുന്നു. ഈ ആലയത്തിൽ ഇതിനു മുമ്പ് പലതവണ ഇതുപോലെ മുമ്പിൽ വന്നിരുന്നൊക്കെ ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് പല സമയങ്ങളിൽ കടന്നു പോകാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് പ്രസാദവരനാഥയുടെ മുമ്പിൽ, ഈ കൃപാസര അമ്മയുടെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ഒരു വചനം ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. അത് യോഹന്നാൻ ശ്ലീഹായിലൂടെയാണ് പങ്കുവയ്ക്കുന്നത്. ബൈബിൾ ആരുടെയെങ്കിലും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ബൈബിളൊക്കെ തുറന്ന് ഈ വചനം വായിക്കാവുന്നതാണ്. യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം. വളരെ കേട്ട് തഴമ്പിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ്. എങ്കിലും ഇന്ന് ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് മുമ്പിലിരുന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചനം ഓരോരുത്തരോടും വളരെ വ്യക്തിപരമായി സംസാരിക്കും. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ജനം മാത്രമല്ല, മറിച്ച് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ വചനം പങ്കുവയ്ക്കുന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം, 7ഉം 8ഉം തിരുവചനങ്ങൾ. വചനം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. തൊട്ടടുത്ത വചനം നമ്മൾ ശ്രദ്ധിക്കണം: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ആദ്യമായിട്ട് ഈ വചനം കേൾക്കുന്നവരില്ല, മറിച്ച് പലതവണ പല വചനവേദികളിൽ വെച്ച് വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു വചനഭാഗം. ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് ദയവ് ചെയ്ത് ഈ വചനഭാഗങ്ങൾ വായിച്ച് വീണ്ടും വീണ്ടും ധ്യാനിക്കണം. അങ്ങനെ വായിച്ച് ധ്യാനിക്കുമ്പോൾ പൗലോസ്ലീഹ ഈ പറഞ്ഞ വിഷയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആത്മീയമായി വളരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വചനഭാഗം കൂടെ പറയാം. അത് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായമാണ്. 13-ാം അധ്യായം നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? 13-ാം അധ്യായം ഇല്ലെങ്കിലൊന്ന് വായിക്കണം. സ്നേഹത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ കൃത്യം വ്യക്തമായി പഠിപ്പിക്കുന്നത്. സ്നേഹം. നോമ്പ് എന്നുള്ള വാക്കിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നോമ്പ്, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഡെഫിനിഷൻ ഈ കഴിഞ്ഞ നാളിൽ ഞാൻ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് നോമ്പ് എന്നുള്ള വാക്കിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്. 2 മലയാള പദങ്ങൾ ചേർന്നതാണത്രേ നോമ്പ്. നോവ് പ്ലസ് അൻപ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നോമ്പാവുന്നത്. നോവ് പ്ലസ് അൻപ്. നോവ് എന്ന് പറയുന്നത് നമുക്കറിയാം, നോവ് സഹനമാണ്, സഹനം. അൻപ് എന്ന് പറയുന്നത് അതിൻ്റെ കൃത്യമായ ഉറവിടം തമിഴ് ഭാഷയാണ് അൻപ്. പക്ഷേ എങ്കിലും മലയാളത്തിലും പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണ്. അപ്പം നോവ് പ്ലസ് അൻപ് സമം നോമ്പ്. സഹനം പ്ലസ് സ്നേഹം സമം നോമ്പ്. ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതാ ഈശോ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, നിന്റെ നോമ്പ് എന്ന് പറയുന്നത് സ്നേഹത്തിലുള്ള വളർച്ചയായിരിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായിലൂടെ കൃത്യം വ്യക്തമായി ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും യേശു ക്ഷണിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നീ നോമ്പെടുക്കുന്നത് കൊണ്ട് നീ സ്നേഹത്തിൽ വളരുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. നോമ്പൊക്കെ വരുമ്പോഴത്തേക്ക് ചിലരുടെയൊക്കെ ശൈലി മാറും.
അല്ലേ? ഈ 40 ദിനരാത്രങ്ങളുടെ നോമ്പിനോട് ബന്ധപ്പെട്ടാണ് പലരും, ചിലരൊക്കെ താടിയൊക്കെ നീട്ടാൻ തുടങ്ങും. നോമ്പല്ലേ, ഉപവാസമല്ലേ. ചിലരൊക്കെ അവരുടെ സ്വഭാവ രീതികളിൽ വ്യത്യാസം വരും. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ആരോടും മിണ്ടില്ല. പ്രാർത്ഥനയാണെന്നാണ് പറയുന്നത്, പ്രാർത്ഥനയാണ്. അപ്പം അങ്ങനെ ആത്മീയ വഴിയിൽ വളരാനുള്ള കുറേ അധികം വഴികൾ വ്യക്തിപരമായിട്ടൊക്കെ വളർത്തിയെടുക്കുന്ന ഒരു ശൈലിയുടെ കാലഘട്ടത്തിൽ ഇതാ തിരുവചനം നിന്നോട് പറയുന്നു, നിന്റെ നോമ്പ് എന്ന് പറയുന്നത് നോമ്പാവണമെങ്കിൽ നീ സ്നേഹത്തിൽ വളരണം. അപ്പോൾ ചിലർ ചോദിക്കും, എന്നതാണച്ചോ ഈ സ്നേഹം എന്ന് പറയണത്? ജനിച്ച നാൾ മുതൽ പ്രസംഗങ്ങളിൽ കേൾക്കണതാണ് സ്നേഹം. ഇതെന്നതാ? പല തത്വശാസ്ത്രജ്ഞന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും തല കുത്തിക്കിടന്ന് ചിന്തിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ലവ്, എന്താണ് സ്നേഹം? ഇന്നോളം മനോഹരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഞാൻ കണ്ടിട്ടില്ല. പലരും പലതരത്തിലാണ് സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത്. മിക്കവാറും സ്നേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ചെന്ന് അവസാനിക്കുന്നത് കലഹത്തിലാണ്. അതാണ് ഏറ്റവും വലിയ കഷ്ടം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ സ്നേഹത്തോട് ബന്ധപ്പെടുത്തി ഒത്തിരിയേറെ ചർച്ചകൾ നടക്കുന്നുണ്ടാവുമല്ലോ. ഭാര്യ ഭർത്താവിനോട് പറയുന്നു, എൻ്റെ പൊന്നും മനുഷ്യ, നിങ്ങൾ എന്നെ ഒന്ന് സ്നേഹിക്ക്, എന്നെ ഒന്ന് പരിഗണിക്ക്, എന്നെ ഒന്ന് ബഹുമാനിക്ക്, എന്നെ ഒന്ന് മൈൻഡ് ചെയ്യ്. ഇങ്ങനെ പറഞ്ഞു അവസാനം ചെന്ന് ഇടിയിലും കലഹത്തിലുമാണ് അത് അവസാനിക്കുന്നത്. തുടങ്ങിയത് എവിടെയാ? സ്നേഹത്തിലാണ്. എന്നെ ഒന്ന് സ്നേഹിക്ക്, എന്നെ ഒന്ന് പരിഗണിക്ക്. ഇതാണ് എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹം. നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റിയൊരു വചനഭാഗം ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ യാക്കോബ് ശ്ലീഹ ഒരു ചോദ്യം ചോദിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തർക്കങ്ങൾ, ഏറ്റുമുട്ടലുകൾ? സമയം കിട്ടുമ്പോൾ ധ്യാനിച്ചു നോക്കുക. അതിൽ കൃത്യമായിട്ട് യാക്കോബ് ശ്ലീഹ ഒരു കാര്യം പറഞ്ഞു വയ്ക്കും. യാക്കോബ് ശ്ലീഹയുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം തിരുവചനം. എന്തുകൊണ്ട് തർക്കങ്ങൾ, ഏറ്റുമുട്ടലുകൾ? എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ? എന്നിട്ട് യാക്കോബ് ശ്ലീഹ പറയും, നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിന് വേണ്ടിയുള്ള വല്ലാത്തൊരു ദാഹം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഈ സ്നേഹം നമുക്ക് ലഭിക്കുന്നില്ല, പരിഗണന ലഭിക്കുന്നില്ല, അംഗീകാരം ലഭിക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഒട്ടുമുക്കാലും പ്രശ്നങ്ങളുടെ ഉറവിടം അതാണ്. നിങ്ങൾക്ക് ഞാനും പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ വീട്ടിൽ വഴക്കുണ്ടാക്കുമ്പോൾ ശാന്തമായിട്ടിരുന്ന് ചിന്തിക്കണം, എന്തിനാ ഞാൻ വഴക്കുണ്ടാക്കിയത്? അപ്പോൾ മനസ്സിലാകും എൻ്റെ വഴക്കിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയില്ല, എന്നെ പരിഗണിച്ചില്ല, എന്നെ സ്നേഹിച്ചില്ല, എന്നോട് ചോദിച്ചില്ല. ഇങ്ങനെ തുടങ്ങി 100,000 തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നാണ് മിക്കവാറും ഒരു വഴക്ക് കുടുംബത്തിൽ രൂപപ്പെടുന്നത്. ഇല്ലെങ്കിൽ കാരണമൊന്നുമില്ല, ഇതാണ് കാരണം. അപ്പൊ സ്നേഹത്തെക്കുറിച്ചുള്ള ചർച്ച പോലും ചെന്ന് അവസാനിക്കുന്നത് വഴക്കിലാണ്. ചിലർ സ്നേഹത്തെ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് പോലും വളരെ മോശപ്പെട്ട രീതിയിലാണ്. നാളുകൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ചെറുപ്പക്കാരന് പെണ്ണിനോട് വല്ലാത്ത പ്രണയം എന്നാണ് പറയണത്, സ്നേഹം എന്നാണ് അവൻ പറയണത്. ആ സ്നേഹം കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ചിന്തിച്ചു, ഞാൻ സ്നേഹിക്കുന്ന ഈ പെണ്ണിൻ്റെ മുഖം വേറെ ആരും കാണാൻ പാടില്ല. അതുകൊണ്ട് അവൻ്റെ പ്രണയിനിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചു പറയുന്നു, ഇതും പ്രണയമാണ്. പ്രണയം ഭ്രാന്തിലാണ് അവസാനിക്കുന്നത്, സ്നേഹം. അപ്പം ഇവിടെ ഈ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുമ്പോൾ ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ധ്യാനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, നിന്റെ ജീവിതത്തിലെ ഈ നോമ്പ്, ഉപവാസം, കൃപാവരനാഥയുടെ മുമ്പിൽ, പ്രസാദവര അമ്മയുടെ മുമ്പിലൊക്കെ വന്നിരുന്ന് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ നിന്റെ സ്വഭാവത്തിൽ ഇതെന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? അതോ ചില സാധനങ്ങൾ വാങ്ങാൻ, ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ നിന്റെ പ്രാർത്ഥന? എങ്കിൽ ശ്രദ്ധിക്കണം. ആത്മീയതയുടെ അടിത്തറ എന്ന് പറയുന്നത് സ്നേഹത്തിലുള്ള വളർച്ചയായിരിക്കണം. ഇല്ലെങ്കിൽ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കില്ല. സ്വരത്തിൽ പറയാ ഹാലേലുയ, ഹാലേലുയ. വലത് കൈയൊക്കെ ഉള്ളവരൊന്ന് വലതുകരൊന്ന് ഉയർത്തി പറഞ്ഞേ ഹാലേലുയ, ഹാലേലുയ. വലത് കൈ താഴ്ത്തിയിട്ട് ഇടതുകര ഉള്ളവർ ഇടതുകര ഉയർത്തി പറഞ്ഞേ ഹല്ലേലുയ, ഹാലേലുയ. സാധിക്കും 2 കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് കൈകളൊന്ന് വീശി പറഞ്ഞേ ഹാലേലുയ, ഹാലേലുയ. കോടാനുകോടി ദൈവജനം വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു മണ്ണിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ നിന്റെ മനസ്സിൽ എന്തിലൊരു വളർച്ച ഉണ്ടാവണം? സ്നേഹത്തിൽ ഒരു വളർച്ച. അതുണ്ടായ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഈ പ്രാർത്ഥന പലപ്പോഴും പ്രഹസനങ്ങളായിട്ട് മാറും.
അതുകൊണ്ടാണ് ചിലരെ കുറിച്ചൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചി, നല്ല ചേച്ചിയാണ്, ഞങ്ങളുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ വന്നിരുന്ന മധ്യസ്ഥ പ്രാർത്ഥന, കുരിശിൻ്റെ വഴി, ഭാഷാപരത്തിലുള്ള പ്രാർത്ഥനയെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ദൈവമേ, നമുക്ക് പോലും കൊതി തോന്നിപ്പോവും. എന്ത് രസകരമായിട്ട് പ്രാർത്ഥിക്കണമെന്നറിയോ? അപ്പം ഞാനൊരു ദിവസം ഈ ചേച്ചിയുടെ ഹസ്ബൻഡിനെ കണ്ടു. അപ്പം അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ കൈക്ക് പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ചേട്ടാ, ചേട്ടൻ ഭാഗ്യമുള്ള ചേട്ടനല്ലേ. അപ്പം എന്നോട് ചോദിച്ചു, അതെന്ത് ഭാഗ്യം, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ, ചേട്ടൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കാണണം, നമുക്ക് പോലും വല്ലാത്തൊരു സ്നേഹം തോന്നിപ്പോയി, എന്തൊരു പ്രാർത്ഥനയാണെന്നറിയോ. അപ്പം അദ്ദേഹം എന്നോട് കൈ കൊടുത്ത കൈ പിൻവലിച്ചിട്ട് പറഞ്ഞു, അത് അവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അച്ഛാ, അത് ധ്യാനകേന്ദ്രത്തിൽ മാത്രമേ ഉള്ളൂ, വീട്ടിൽ അങ്ങനെയല്ല അച്ഛാ, വീട്ടിൽ അങ്ങനെയല്ല. ഞാൻ ചോദിച്ചു, പിന്നെ വീട്ടിലെങ്ങനെയാ? അത് അവളുടെ സ്വഭാവം, വീട്ടിൽ വരണം. എന്നിട്ട് അയാൾ എന്നോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അച്ഛാ, ഈ മറുഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് എന്താ അച്ഛാ സ്വന്തം ഭാഷയിൽ ഒരു നിയന്ത്രണം ഇല്ലാത്തത്? മനസ്സിലായാവോ? മറുഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് സ്വന്തം ഭാഷയിൽ ഒരു നിയന്ത്രണം ഇല്ലാന്ന്. ഇത് ഞാൻ ദൂരെയുള്ള കാര്യങ്ങളൊന്നുമല്ല, വെറുതെ ഇരിക്കുന്ന നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. എന്തൊരു പ്രാർത്ഥന എന്നറിയോ? സ്വഭാവത്തോട് ബന്ധമില്ലാത്ത തരത്തിൽ പ്രാർത്ഥന വരുന്നുണ്ടെങ്കിൽ അപകടം. പ്രാർത്ഥന സ്വഭാവത്തെ വിശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് ചിലരെങ്കിലുമൊക്കെ ഇപ്രകാരമുള്ള നമ്മുടെ പ്രാർത്ഥന ശുശ്രൂഷകളെ കളിയാക്കി പറയും. കണ്ടില്ലേ, സ്തോത്രം നന്നായിട്ട് നാവിലൂടെ പറയും, പക്ഷെ കൈയിരിപ്പ് മുഴുവൻ സൂത്രമാണ്. കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേൾക്കും, പേടിക്കണ്ട. ആരെങ്കിലുമൊക്കെ ഒന്ന് പറയും, നാവ് തുറന്നാൽ നല്ല സ്തോത്രം, പക്ഷെ കൈയിരിപ്പ് സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന്. നോമ്പ് കാലത്തെ പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, പ്രസാദവര അമ്മയുടെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെയും എന്നെയും ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? സ്നേഹത്തിൽ വളരാൻ. നമ്മൾ സ്വയം ചോദിക്കണം, സ്നേഹത്തിൽ ഞാൻ എന്തോരം വളരുന്നുണ്ട്? ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനകൾ എൻ്റെ സ്വഭാവത്തെ എത്രത്തോളം വിശുദ്ധീകരിക്കുന്നുണ്ട്? ഇല്ലെങ്കിൽ സൂക്ഷിക്കണം. നമ്മുടെ ബന്ധങ്ങളിൽ അത് അത്രമേൽ വ്യാപരിക്കണം. സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, കൃത്യമായൊരു ഡെഫിനേഷൻ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു വെച്ചപ്പോൾ വചനത്തിൽ കണ്ട ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭാഷ അത് യോഹന്നാൻ ശ്ലീഹയുടേതാണ്. ഞാൻ പറഞ്ഞത്, സ്നേഹം എന്നാൽ ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും നമ്മൾ പറയും, സ്നേഹം സഹനമാകുന്നു, അല്ലേ? സ്നേഹം ബലിയായി തീരുന്നു, സ്നേഹം അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്നു. അതെ, നിന്റെ ജീവിതത്തിൽ നീ നിന്റെ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ ദൈവം നേരെ ചൂണ്ടിക്കാണിച്ചു തരുന്നത് കാൽവരിയിൽ കിടക്കുന്ന പുത്രനെയാണ്, കുരിശിൽ കിടക്കുന്ന ഈശോ. ആ ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഇതാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹം സഹനമാണെന്നറിയുക. നോവ് പ്ലസ് അൻപ് എന്താണ് അതിൻ്റെ അർത്ഥം? നോവാനുള്ള കാലഘട്ടം, നോവ് സ്നേഹമായി മാറാനുള്ള കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷ വഴിയിൽ നീ ആയിരിക്കുമ്പോൾ നീ നിന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, ഞാൻ എത്രത്തോളം സ്നേഹത്തിൽ വളർന്നിട്ടുണ്ട്? ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യം, നിന്റെ ജീവിതത്തിൽ നീ എവിടെയെല്ലാം മുറിയപ്പെടുന്നുണ്ടോ, യഥാർത്ഥ സ്നേഹം പങ്കുവച്ചിട്ടാണ് സഹനം ഏറ്റെടുക്കുന്നതെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ വളർച്ച. നമുക്കൊക്കെ ആത്മീയമായൊരു വളർച്ച വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ, വേണം. ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ ദാഹജലത്തെക്കുറിച്ച് ഈശോ പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ കൃത്യം വ്യക്തമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചു. എന്ത്? ദാഹിക്കുന്നവർ എൻ്റെ പക്കലേക്ക് വരിക, ജീവജലത്തിൽ നിന്ന് കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കുക, ഈ സ്നേഹം നിനക്ക് ലഭിക്കുന്നത് നാട്ടുകാരിൽ നിന്നല്ല, ചുറ്റുവട്ടത്തുള്ള വ്യക്തികളിൽ നിന്നല്ല, മറിച്ച് യേശുവിൽ നിന്ന് മാത്രം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരിയെക്കുറിച്ചുള്ള ചർച്ചയിൽ സമരിയാക്കാരിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു ചോദിച്ച ചോദ്യം എന്തായിരുന്നു? നിനക്ക് എത്ര ഭർത്താക്കന്മാരുണ്ട്? അവൾ പറഞ്ഞു 4. ഈശോ പറഞ്ഞു, അല്ലല്ലോ, ഇനിയുമുണ്ടല്ലോ. അപ്പോൾ അവൾ ഇങ്ങനെ എണ്ണിത്തുടങ്ങുകയാണ്. സ്നേഹത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന ഒരുവൾ. ഈശോ അവസാനം കൃത്യമായിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീ അന്വേഷിച്ച് നടക്കുന്ന ഈ സ്നേഹം നിനക്കൊരിക്കലും തൃപ്തി ലഭിക്കില്ല. സ്നേഹത്തിൻ്റെ പൂർണ്ണത ലഭിക്കണമെങ്കിൽ അത് നീ എൻ്റെ പക്കൽ വരണം.
അവളൊരു തീരുമാനമെടുത്തു. അവൾ കൊണ്ടുവന്നിരുന്ന കുടം അവിടെ വെച്ചിട്ട് അവൾ അതാ ഒരു തീരുമാനം, ഇനി മുതൽ സ്നേഹത്തിന് വേണ്ടി ഞാൻ അവിടെ ഇവിടെ അന്വേഷിച്ച് നടക്കില്ല, മറിച്ച് എനിക്കറിയാം എവിടെയാണ് സ്നേഹം, അത് യേശുവിൽ അവിടെയാണ്. പ്രസാദവരനാഥയുടെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന കാര്യം, സ്നേഹത്തിന് വേണ്ടി അംഗീകാരത്തിന് വേണ്ടി നീ ഓടി നടക്കണ്ട. നിന്റെ വീട്ടില് നിന്റെ ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ മാതാപിതാക്കളോടോ കൂട്ടുകാരോടോ വഴക്കുണ്ടാക്കി നീ നിന്റെ ജീവിതം കളയല്ലേ. സ്നേഹം കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. അതിനെന്ത് വേണം? ആദ്യം തന്നെ ഈ സ്നേഹം സ്വീകരിക്കണം. ദൈവം സ്നേഹമാണെന്ന് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല, മറിച്ച് അനുഭവത്തിലൂടെ സ്വഭാവത്തിൽ നമ്മൾ ചുറ്റുവട്ടത്തുള്ളവർക്ക് പങ്കുവയ്ക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു ബിസിനസ്സുകാരൻ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വന്നു. ഇദ്ദേഹം ധ്യാനം കൂടാൻ വന്നു. ധ്യാനം കഴിഞ്ഞു എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് കുറച്ച് ദിവസം ഈ ധ്യാന കേന്ദ്രത്തിൽ നിൽക്കണം, എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് കിട്ടിയ വലിയൊരു ചൈതന്യത്തിൽ ഇയാളെടുത്ത തീരുമാനമായിരിക്കും. അപ്പം അതുകൊണ്ട് പറഞ്ഞു, നല്ല കാര്യം ചേട്ടാ, ചേട്ടൻ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണാവോ ഇങ്ങനെ ഇവിടെ താമസിക്കാനായിട്ട് ഉള്ളിലുണ്ടായ ഒരു പ്രചോദനം? അപ്പം അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ പോകാൻ പറ്റിയ അവസ്ഥയല്ല, അതുകൊണ്ട് കുറച്ച് ദിവസം ധ്യാന കേന്ദ്രത്തിൽ നിൽക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് പ്രചോദനം പരിശുദ്ധാത്മാവ് കൊടുത്തൊന്നുമല്ല, വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ചിലരൊക്കെ അങ്ങനെ വരുമല്ലോ അല്ലേ? കൃപാസനത്തിൽ വരുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, വേറെ ചില ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ആൾ വരും, വീട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് അവരങ്ങ് പോരും. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, വീട്ടിൽ ഇപ്പോൾ പോകാൻ പറ്റിയ അവസ്ഥയല്ല. സംസാരിച്ച് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇദ്ദേഹത്തിന് സാമ്പത്തികമായി വലിയൊരു കടബാധ്യതയുടെ നടുവിലാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ പറ്റിയ അവസ്ഥയല്ല, മറിച്ച് എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കണം. തൽക്കാലത്തേക്ക് കണ്ട സ്ഥലം ധ്യാനകേന്ദ്രമാണ്, എന്നാൽ പിന്നെ ഇവിടെ കുറച്ച് നാൾ നിന്നേക്കാവുന്നൊരു തീരുമാനം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് വീട്ടിൽ പോകാൻ പറ്റാത്തത്? അപ്പോൾ പറഞ്ഞു, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയാണ്. ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. സംസാരിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടന് എത്ര രൂപ കടബാധ്യതയുണ്ട്? വെറുതെ ഒരു അറിയാനൊരു കൗതുകം. കടബാധ്യത. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അച്ഛനോട് ഇപ്പോൾ ഈ കടബാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? അച്ഛനോട് ഈ കടബാധ്യതയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. എത്ര ലക്ഷം രൂപയുണ്ട് ചേട്ടൻ്റെ കടബാധ്യത? അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛാ ഈ കടബാധ്യതയെക്കുറിച്ച് ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് എനിക്കിത് പങ്കുവയ്ക്കാൻ തന്നെ നാണാണ്. ഞാൻ പറഞ്ഞു, എന്നോട് പറയണ്ട, ചേട്ടൻ ധ്യാനത്തിൽ ഈശോയോട് പറഞ്ഞോ ഇത്ര രൂപ കടബാധ്യതയുണ്ടെന്ന്? 5 or 10 ലക്ഷമൊക്കെ ആയിരുന്നെങ്കിൽ ഈശോയോട് ചോദിക്കായിരുന്നു, ഇതാണെങ്കിൽ ഞാൻ ചോദിച്ചുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? അപ്പം അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ 1.5 കോടി രൂപയുടെ കടബാധ്യതയിലാണ് ഞാൻ നിൽക്കുന്നത്. 1.5 കോടി രൂപ. ഇതെങ്ങനെയാണ് ഈശോയോട് ചോദിക്കുന്നത്? ഒരു മര്യാദ വേണ്ടേ? കുറച്ചെങ്ങാനും ആയിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു, ഇത്രയും രൂപയുടെ കടബാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഈശോയോട് ചോദിച്ചില്ല പോട്ടെ, ഇയാളുടെ ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവോ? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഭാര്യയ്ക്ക് കുറച്ചൊക്കെ അറിയാം. ഞാൻ ചോദിച്ചു, എന്താ കുറച്ച് മാത്രം? അവളോട് അതൊന്നും ഞാൻ പറയാറില്ല അച്ഛാ, ബിസിനസ്സൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് നോക്കി നടത്തുവാണ്. അവളോടൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല, ഞാൻ തന്നെ എല്ലാം നോക്കി നടത്തുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞു ഈ മനുഷ്യൻ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പോരല്ലോ, ഭാര്യയോട് പറയണ്ടേ? എൻ്റെ അച്ഛാ 1.5 കോടി രൂപ ഇത്രയും രൂപ പ്രശ്നമുണ്ടെന്നുള്ളത് ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും. ഇതിപ്പോൾ പറയാൻ പോയി ആകെ പൊല്ലാപ്പാവും അച്ഛാ. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയാൻ തയ്യാറല്ല. എൻ്റെ ഉള്ളിൽ ഇതൊരു വല്ലാത്ത അസ്വസ്ഥമായ അവസ്ഥയിലാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് മരിക്കണം എന്ന് മാത്രമേ എൻ്റെ ഉള്ളിൽ ചിന്തയുള്ളൂ. കടബാധ്യത കൂടിക്കഴിയുമ്പോൾ പലർക്കും തോന്നുന്ന ഒരു ചിന്ത. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ആദ്യം ഭാര്യയോട് പറയണം. അയാൾ പറഞ്ഞു, ഞാൻ പറയൂല. ഞാൻ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് ഭാര്യനെ കൂട്ടിക്കൊണ്ടുവാ, ധ്യാനത്തിൽ പങ്കെടുക്ക്, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്ക്, എന്നിട്ട് ധ്യാനം കഴിയുമ്പോൾ ഞാൻ പറയാം. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പോയിട്ട് ഭാര്യനെ കൂട്ടിക്കൊണ്ടുവന്ന് തുടർന്നുള്ള ആഴ്ചയിലെ ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭാര്യയോട് പറയണ്ടേ, ഞാൻ പറയണോ? അപ്പോൾ അയാൾ പറഞ്ഞു, വേണ്ടച്ഛൻ ഞാൻ തന്നെ പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ടുപോയി മാതാവിൻ്റെ ഒരു ഗ്രോട്ടയുണ്ട് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ, അതിൻ്റെ മുമ്പിൽ പോയിരുന്നുകൊണ്ട് പങ്കുവയ്ക്കുകയാണ്. ഇയാളുടെ ജീവിതത്തിലെ ഇന്നോളമുള്ള എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ കടബാധ്യതയെക്കുറിച്ച് എണ്ണി പറയാൻ തുടങ്ങി. അങ്ങനെ 1.5 കോടി രൂപയുടെ കടബാധ്യത മുഴുവൻ ഭാര്യയുടെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞു. ഈ ഭാര്യ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് ചുടുകുടുകൂടാ കണ്ണുനീര് വീണുകൊണ്ടിരിക്കുക.
ഈ മനുഷ്യൻ പറഞ്ഞു, എടി ഇതൊന്നും ഞാൻ ഇന്നോളം നിന്നോട് പറഞ്ഞിട്ടില്ല, ഇതുമാത്രമല്ല ഇന്നോളം നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല, നിന്നോട് ഞാൻ പങ്കുവച്ചിട്ടില്ല. ഭാര്യ ഭർത്താവിൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞല്ലോ, പണമല്ല ചേട്ടാ, അതൊക്കെ വരും പോകും, ഒക്കെ ശരിയാക്കാം, ചേട്ടൻ്റെ കൂടെ ഞാനുണ്ട്. ഈ മനുഷ്യന് കിട്ടിയ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. ഇത്രയും നാൾ ഇയാളുടെ നെഞ്ചിൻ്റെ അകത്ത് നീറിപ്പകഞ്ഞുകൊണ്ടിരുന്നൊരു പ്രശ്നം ഇതാ ഭാര്യ കൂടെയുണ്ട്, ഇനി പേടിക്കണ്ട എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഒരു ആത്മവിശ്വാസം. രണ്ടുപേരും കൂടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഇനി ജീവിക്കാൻ പോവാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ ഞങ്ങൾ നേരിടും. ഇവരുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്തായിരുന്നു? സാമ്പത്തിക പ്രശ്നമാണോ? അല്ല, മറിച്ച് ജീവിത പങ്കാളിയോട് പങ്കുവയ്ക്കുകയല്ല. ചില ഭർത്താക്കന്മാരുണ്ട്, എന്താണ്, ഞാനാണ് കുടുംബം നോക്കുന്നത്, എനിക്കറിയാം, ഇതിലൊന്നും ഭാര്യ അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഭാര്യ മക്കളെ നോക്കി ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ ഇരുന്നാൽ മതി, പിന്നെ എന്താണ് ഭാര്യയുടെ റോള്? പങ്കുവയ്ക്കാത്ത ഭർത്താക്കന്മാരെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇത് ഭർത്താക്കന്മാരെ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പങ്കുവയ്ക്കുന്നില്ല എങ്കിൽ സ്നേഹം അവിടെ ഒരിക്കലും അനുഭവിക്കപ്പെടുന്നില്ല. ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ, അവർ പറയും ഉള്ളിലാണച്ചാ സ്നേഹം, ഉള്ളിലാണ്, പുറത്ത് പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാ, മക്കളെ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ, പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. എന്താണ്? സ്നേഹം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ പെടണം. കെട്ടിക്കിടക്കുന്ന സ്നേഹം ഒരിക്കലും സ്നേഹമല്ല. ചുറ്റുവട്ടത്തുള്ളവരോട് സ്നേഹം പങ്കുവയ്ക്കണം. മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സ്നേഹം കൊടുക്കണം. അല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്നെ കേൾക്കുന്ന മക്കളെ, നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ മാതാപിതാക്കളിലേക്ക് കൊടുക്കണം. കെട്ടിക്കിടക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹമല്ല. സ്നേഹമാണെങ്കിൽ അത് ഒരു വ്യക്തിയിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും മറ്റുള്ളവരിലേക്ക്. ഇതാ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈശോ നിന്നോട് ചോദിക്കുന്ന ചോദ്യം, ഈ നോമ്പ് കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ സ്നേഹത്തിൽ നിനക്ക് എത്രത്തോളം വളർച്ചയുണ്ട്? നിനക്ക് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ അറിയാമെന്നല്ല, മറിച്ച് നിന്റെ സ്വഭാവത്തിൽ സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. സ്നേഹമെന്ന് പറയുന്നത് നീ ഉണ്ടാക്കിയെടുത്ത ചിത്രത്തിലുള്ള സ്നേഹമല്ല, മറിച്ച് യേശു നൽകുന്ന സ്നേഹം. എന്താണ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത? യേശു ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് ആ വ്യക്തിക്ക് എന്തുണ്ട് എന്നുള്ളത് നോക്കിയിട്ടല്ല, മറിച്ച് ആ വ്യക്തിയാണ്. അതെന്താ അങ്ങനത്തെ ഒരു വ്യത്യാസം? നമ്മളൊരാളെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? അയാൾക്ക് എന്തുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാ. എന്ന് പറഞ്ഞാൽ ഒരാളുടെ സൗന്ദര്യം കൊണ്ടെങ്കിൽ കൊള്ളാം, സ്നേഹിക്കാം. അയാൾക്ക് അധികാരമുണ്ടെങ്കിൽ സ്നേഹിക്കാം. അയാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ സ്നേഹിക്കാം. അയാൾക്ക് എന്തുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ യേശു ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് ഒരു വ്യക്തിക്ക് എന്തുണ്ട് എന്നുള്ളതല്ല, മറിച്ച് ആ വ്യക്തിയാണ് സ്നേഹിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക, നിന്നെ ഈശോ സ്നേഹിക്കുന്നു. നിനക്കെന്തുണ്ട് എന്നുള്ളതല്ല, നീ എന്താണോ അതാണ് നിന്നോടുള്ള യേശുവിൻ്റെ സ്നേഹം. നിന്റെ ജന്മത്തിൽ തന്നെ യേശുവിന് നിന്നെ സ്നേഹമാണ്. അല്ലാതെ ഈ ഭൂമിയിൽ നീ നേടിയെടുത്തതല്ല, നിന്റെ ഡിഗ്രിയോ നിന്റെ പദവികളോ നിന്റെ സമ്പത്തല്ല, മറിച്ച് നീ എന്താണോ അതിൽ തന്നെ നിന്നെ ഈശോ സ്നേഹിക്കുന്നു. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നീ നിന്റെ മനസ്സിൽ ഉറപ്പിക്കണം. ഇത് ഉറപ്പിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? ഈ ഭൂമിയിൽ ചുറ്റും തകർന്നു വീഴുമ്പോഴും, ആര് നിന്നെ പരിഗണിച്ചില്ലെങ്കിലും, ആര് നിന്നോട് ചോദിച്ചില്ലെങ്കിലും, ബഹുമാനിച്ചില്ലെങ്കിലും നിനക്ക് സങ്കടമില്ല. കാരണം എന്താണ്? എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് ഈ ഭൂമിയിൽ, അതെൻ്റെ ദൈവമാണ്. ഈ ഒരു അറിവ് കിട്ടിയ ജീവിതം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ശവപ്പെട്ടി വെക്കണ വരെ ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹവുമായിട്ട് നടക്കും. എന്നെ ആര് സ്നേഹിക്കും, എന്നെ ആര് പരിഗണിക്കും, എന്നെ ഇവിടെ ഇങ്ങനെ തുടങ്ങി 100,000 ചോദ്യങ്ങൾ. ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക, നീ എന്താണോ, നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ നിനക്ക് എന്തു പറ്റി എന്നുള്ളതല്ല, മറിച്ച് നീ ആയിരിക്കുന്ന നിന്റെ അവസ്ഥയെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഈ ഒരു അവബോധത്തിലേക്ക് ഈ നോമ്പുകാലം നിന്നെ ക്ഷണിക്കുകയാണ്. അങ്ങനെ വന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അർപ്പിക്കാൻ പോകുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ നാവിൻ തുമ്പിലേക്ക് യേശുവിനെ സ്വീകരിക്കുമ്പോൾ നീ ഒരു കാര്യം ഉറപ്പിക്കുക, യേശു നിന്റെ ഉള്ളിൽ വരുന്നു. പിന്നീട് നീ ഈ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങും. ഇത്രയും നാള് സ്നേഹം ചോദിച്ച് നടക്കുമായിരുന്നു, എന്നെ സ്നേഹിക്ക്, എന്നെ സ്നേഹിക്ക്, എന്നെ പരിഗണിക്ക്.
യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിയുന്നതോടുകൂടെ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം, സ്നേഹം അന്വേഷിച്ച് നടക്കുന്നവരല്ല, മറിച്ച് സ്നേഹം വിളമ്പുന്ന ആളുകളായി നമ്മൾ മാറും. സ്നേഹം കൊടുക്കാൻ തുടങ്ങും. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് നീ നിന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നിന്റെ ഭർത്താവ്, നിന്നെ സ്നേഹിക്കാത്ത, പരിഗണിക്കാത്ത, നിന്നോട് അരിശമുള്ള നിന്റെ ഭർത്താവിന് എന്ത് സംഭവിക്കും? ആ മനുഷ്യനെ നീ സ്നേഹിക്കാൻ തുടങ്ങും. അതാണ് അത്ഭുതം. നിന്റെ മക്കള്, പറഞ്ഞാൽ കേൾക്കാത്തവര്, താൻ തോന്നികളെന്ന് നീ ഇത്രയും നാളും ചിന്തിച്ചിരിക്കുന്ന നിന്റെ മക്കളെ നീ സ്നേഹിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ ഇത്രയും നാളും നീ അവരോട് വഴക്കായിരിക്കും, വാക്കാണായിരിക്കും, പക്ഷെ നിന്റെ കാഴ്ചപ്പാട് മാറും. നീ സ്നേഹിക്കാൻ തുടങ്ങും. നിന്റെ അയൽപക്ക ബന്ധങ്ങൾ പലരെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടാവും, പക്ഷെ നീ സ്നേഹിക്കാൻ തുടങ്ങും. ആരുടെ സ്നേഹം? യേശുവിൻ്റെ സ്നേഹം. അങ്ങനെ തുടങ്ങുമ്പോൾ നിന്റെ കൺവെട്ടത്ത് നീ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും. ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടി? സ്നേഹം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന വ്യക്തികളായി ഞങ്ങളെ മാറ്റണമേ എന്ന്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി, ദാ യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവം സ്നേഹമാണ്. ഒരു കാര്യം നീ മനസ്സിലുറപ്പിക്കുക, ഈ നോമ്പ്, ഉപവാസം നിന്റെ ജീവിതത്തിൽ നിനക്കെന്തെങ്കിലും നന്മ ചെയ്ത് മാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തിൽ എത്രത്തോളം ഞാൻ വളർന്നിട്ടുണ്ടെന്ന് ചിന്തിക്കുക. സ്നേഹത്തിലുള്ള വളർച്ചയാണ് നിന്റെ ജീവിതത്തിൻ്റെ ആത്മീയതയുടെ അടിത്തറ. നോവ് പ്ലസ് അൻപ്, സ്നേഹം, അതാണ് നോമ്പ്. നിന്റെ ജീവിതത്തിൽ ഈ ഉപവാസ കാലഘട്ടം ക്ഷണിക്കുന്നത് സ്നേഹത്തിൽ വളരുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈശോയോട് പറ, ഈശോയെ, സ്നേഹത്തിൽ വളരുന്നതിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള കുറവുകൾ ഓർത്ത് മാപ്പ്. എൻ്റെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കാൻ, സ്നേഹിക്കാൻ ശക്തിയും ബലവും തരണമേ എന്ന് പ്രാർത്ഥിക്കുക. തുടർന്ന് നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന സ്നേഹത്തിൽ നമുക്കുള്ള വളർച്ചയുടെ കുർബാനയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലിയ കൃപയ്ക്കുമേൽ കൃപയായി തുടർന്നുള്ള വിശുദ്ധ കുർബാന നമുക്ക് സംഭവിക്കപ്പെടട്ടെ. അതുകൊണ്ട് വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ തുടർന്നുള്ള വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ വളരുന്നതാണ് ആത്മീയതയുടെ അടിത്തറ. വിശുദ്ധ കുർബാനയിൽ നമ്മുടെ പ്രാർത്ഥനയും അത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഇപ്രകാരം സ്നേഹത്തിൽ മുറിവേറ്റിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അവരെ ഓർക്കണം, പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ചില ആളുകളൊക്കെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും, പള്ളി പോവില്ല, പ്രാർത്ഥിക്കില്ല, വചനം വായിക്കില്ല. കാരണം എവിടെയോ മുറിവേറ്റവരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ഓർക്കണം. അല്ല നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഓർക്കണം, പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപയും കൂടെയാണ്.